ഗോകുലം സ്ഥാപനങ്ങളിലെ ഇ.ഡി. റെയ്ഡ് ഇന്നും തുടരും. ചെന്നൈയിലെ ഓഫീസിലെ ഇ.ഡി. റെയ്ഡ് ഇന്നലെ 11:30 വരെ നീണ്ടു. ഗോകുലം ഗോപാലിനെ ഇന്നും ചോദ്യം ചെയ്യും. ഫെമ നിയമലംഘനവുമായി ബന്ധപ്പെട്ടാണ് പരിശോധന നടക്കുന്നത്. വിശദാംശങ്ങളുമായി രാഹുൽ KV ചേരുന്നു. രാഹുൽ, ഗുഡ് മോർണിംഗ്. ഇന്നും റെയ്ഡ് തുടരുകയാണോ? നേരത്തെ തന്നെ റെയ്ഡ് അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണോ, അതോ ഇന്നേ ദിവസം ഇനി വീണ്ടും റെയ്ഡ് ആരംഭിക്കുകയുള്ളൂ? വിശദാംശങ്ങൾ എന്താണ്? ഉദ്യോഗസ്ഥർ തുടരുന്നുണ്ടോ അവിടെ തന്നെ? ഗുഡ് മോർണിംഗ്. ഇ.ഡി. സാധാരണ റെയ്ഡുകൾ, പരിശോധനകൾ പൂർത്തിയാകുന്ന സമയത്ത് പത്രക്കുറിപ്പൊക്കെ റിലീസ് ഇറക്കുകയാണ് ചെയ്യാറ് അവരുടെ പേജുകളിൽ. പക്ഷേ ഈ റെയ്ഡ് തുടരും എന്നുള്ളത് കൊണ്ട് തന്നെ ആദ്യത്തിൽ റിലീസൊന്നും തന്നെ ഇറക്കിയിട്ടില്ല എന്നതാണ്. ഇന്നും സമാന രീതിയിൽ റെയ്ഡ് തുടരുമെന്നാണ് ഇ.ഡി. ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് ലഭ്യമായിട്ടുള്ള വിവരം. ഇന്നലെ രാത്രി പരിശോധന 11:30 വരെ നീണ്ടു എന്നുള്ളതാണ്. ചെന്നൈ കോടമ്പാക്കത്തെ ഗോകുലം ചിറ്റ്സിൻ്റെ തന്നെ കോർപ്പറേറ്റ് ഓഫീസിലാണ് റെയ്ഡും ഒപ്പം തന്നെ ഗോകുലം ഗോപാലൻ്റെ ചോദ്യം ചെയ്യലും രാത്രി വൈകിയും തുടർന്നിരുന്നത്. ഇന്നലെ രാവിലെയാണ് ഈ പരിശോധനകൾ ആരംഭിക്കുന്നത്. ചെന്നൈ കോടമ്പാക്കത്തെ പറഞ്ഞതുപോലെ ഗോകുലം ചിറ്റ്സിൻ്റെ കോർപ്പറേറ്റ് ഓഫീസിൽ അദ്ദേഹത്തിൻ്റെ വസതിയിൽ, ചെന്നൈയിലെ വസതിയിൽ, ഒപ്പം കോഴിക്കോട്ട് ഗോകുലത്തിൻ്റെ ഓഫീസിലുമാണ് പരിശോധന നടന്നിരുന്നത്. ഇന്നലെ ഉച്ചവരെ ഗോകുലം ഗോപാലൻ കോഴിക്കോട്ടെ ഓഫീസിലാണ് ഉണ്ടായിരുന്നത്. ഈ പരിശോധനകളുടെ ഭാഗമായി അടിയന്തരമായി ഹാജരാകണമെന്ന് ആവശ്യപ്പെട്ട് നോട്ടീസ് നൽകിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം വൈകിട്ടോടുകൂടി ചെന്നൈയിലേക്ക് എത്തിയത്. അതിനുശേഷം അവിടെ ചോദ്യം ചെയ്യൽ നടന്നു എന്നുള്ളതാണ്. ഇ.ഡി. ഉദ്യോഗസ്ഥർ അറിയിക്കുന്നത് പ്രധാനമായും ഫെമ നിയമലംഘനവുമായി ബന്ധപ്പെട്ടാണ് പരിശോധനകൾ എന്നുള്ളതാണ്. ഫെമ എന്ന് പറയുമ്പോൾ ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെൻറ്റ് ആക്ട്, വിദേശ പണമിടപാടുമായി ബന്ധപ്പെട്ട ചോദ്യം ചെയ്യലും അതുപോലെ പരിശോധനകളും നടക്കുകയാണെന്നുള്ളതാണ്. ചെന്നൈ ഓഫീസിൽ നടത്തിയ പരിശോധനയിൽ കണ്ടെത്തിയ ചില രേഖകളിൽ ഗോകുലം ഗോപാലന്റെ വിശദമായ മറുപടി ആവശ്യമുണ്ട്. സംശയങ്ങൾ തോന്നുന്ന ചില രേഖകളുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് അടിയന്തരമായി വിവാദങ്ങൾ വന്നതിന് തൊട്ട് പിന്നാലെയാണ് ഇത്തരത്തിൽ ഒരു റെയ്ഡ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു പ്രതികാര നടപടി എന്നതുപോലെയാണ് മൊത്തത്തിൽ ഇതിനെ വീക്ഷിക്കുന്നത്. കോൺഗ്രസിൽ നിന്ന് KC വേണുഗോപാൽ അടക്കം കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു, ഈ റെയ്ഡ് നേരത്തെ തന്നെ നമ്മൾ പ്രതീക്ഷിച്ചിരുന്നതാണല്ലോ എന്ന്. തീർച്ചയായും എമ്പുരാൻ സിനിമയുടെ നിർമ്മാതാക്കളിൽ ഒരാളാണ് ഗോകുലം ഗോപാലൻ. ആ സിനിമയിൽ കേന്ദ്ര ഏജൻസികൾ വരുന്ന രംഗങ്ങളുണ്ട്. അതിന് സമാനമായ രീതിയിലാണ് ഇപ്പോൾ ഈ നടപടിക്രമങ്ങളൊക്കെ തന്നെ നടന്നിട്ടുള്ളത്. സ്വാഭാവികമായും ഇത് പ്രതികാര നടപടിയാണ് എന്ന രീതിയിൽ ചർച്ചകൾ നടക്കുന്നത് വളരെ സ്വാഭാവികം തന്നെയാണ്. പക്ഷേ ഇ.ഡി. ഉദ്യോഗസ്ഥരിൽ നിന്ന് ലഭ്യമാകുന്ന വിവരം ഇത് സിനിമയ്ക്ക് പിന്നാലെയുള്ള വിവാദങ്ങളൊന്നും തന്നെയല്ല, മറിച്ച് ഈ ഫെമ നിയമലംഘനവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളുണ്ട്. അത് അന്വേഷിക്കുന്നതിൻ്റെ ഭാഗമായാണ് പരിശോധന എന്നുള്ളതാണ്. പക്ഷേ പ്രതിപക്ഷ പാർട്ടികൾ ഇത് സിനിമ വലിയ രീതിയിൽ വിവാദമായി, അത് എഡിറ്റ് ചെയ്ത് വീണ്ടും റിലീസ് ചെയ്യേണ്ടതായി വന്നു. ആ രീതിയിലുള്ള പ്രതികാര നടപടി എന്ന രീതിയിൽ തന്നെയാണ് ഒരു ചർച്ചകൾ ഒരു കോണിൽ നിന്ന് ഉയർന്നു വരുന്നത്. പക്ഷേ ഞാനീ പറഞ്ഞതുപോലെ തന്നെ ഇ.ഡി. ഉദ്യോഗസ്ഥർ പറയുന്നത് അങ്ങനെയല്ല, അല്ലെങ്കിൽ ഇ.ഡി. ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചുകൊണ്ട് മറ്റു നേതാക്കന്മാർ പറയുന്നത് അങ്ങനെയല്ല. നിയമലംഘനം കണ്ടതിൻ്റെ അടിസ്ഥാനത്തിൽ, അല്ലെങ്കിൽ ആ രീതിയിലുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പരിശോധനയും ചോദ്യം ചെയ്യലും എന്നുള്ളത് തന്നെയാണ്. ഇന്നലെ രാത്രി 11:30 വരെ പരിശോധന നീണ്ടു. ഇന്ന് വീണ്ടും പുനരാരംഭിക്കാൻ പോവുകയാണ് എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട വിവരം.